നമ്മളെല്ലാവരും കൂടെ ഒരു അടിപൊളി ക്യാമ്പിങ്ങിന് പോകുന്ന ദിവസമാണിന്ന്. Narcotics is a dirty business. ഇതാ തുഴച്ചിൽക്കാരി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഹായ് പറയുന്നോ? കാണാമിക്ക സൂക്ഷിക്കണേ, തെന്നലുണ്ട് കേട്ടോ. പാറ നല്ല തെന്നലുണ്ട്. വാ കയറിക്കോ, ഇത് കയറി ഇരുന്നു കേൾക്കാം. ഇത് സോക്സ് ഊരിയിട് എന്നേ. ഓക്കെ എന്നാ കയറിക്കോ, കയറിയോ? Are you excited? Yeah. Look at the camera. Say hi. Hi. Go. കണ്ട നമ്മളൊരു കയറ് അതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ലൈഫ് ജാക്കറ്റും ഉണ്ട് പിങ്കി മോനെ കേട്ടോ. അത് കാരണം ഓക്കെയാണ്, ഞങ്ങൾക്ക് അത്യാവശ്യം നീന്തൽ അറിയാം. പിങ്ക എങ്ങാനും വെള്ളത്തിൽ നിന്ന് മറിഞ്ഞു പോയാൽ ഹോൾഡ് ഓൺ ടു ദ ബോർഡ് ഓർ ദിസ് റോപ്പ്. ഓക്കെ, ദിസ് റോപ്പ് ഓൺ ദ സൈഡ് ഓഫ് ദാറ്റ്. ഓക്കെ, ദാറ്റ് വൈറ്റ് വൺ, യാ, സോ ദാറ്റ് യു വിൽ സ്റ്റിക്ക് ഓൺ ടു ദ ബോർഡ്. ഓക്കെ, ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടൊന്ന് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ഒരു വാട്ടർ ഷൂസ് ഉണ്ട്. നമ്മുടെ പഴയ ഒരു വീഡിയോ എത്തി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഹായ്, ഇതാരിത്? ആ വെള്ളമുള്ള പാറ നല്ല തെന്നലാട്ടോ, സൂക്ഷിച്ചിറങ്ങണേ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളും വെള്ളത്തിലിറങ്ങാൻ ഓൾമോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. വേണ്ട, ഈ ഒരു ഷൂസ് കണ്ടോ, ഇതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിട്ടിട്ട് പോയാൽ ഇപ്പം കല്ലും മണ്ണും നിറഞ്ഞ നിലമാണെങ്കിലും ഉണ്ടല്ലോ, ഈ കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളംകാല് വേദന എടുക്കുകയില്ല, നമുക്ക് സ്മൂത്തായിട്ട് പോവാം. അതുകൂടാതെ വെള്ളം ഇതിൻ്റെ അകത്ത് തങ്ങി നിൽക്കാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഇത്. അപ്പോൾ വെള്ളം ഊർന്ന സൈഡിൽ കൂടെ പോവുകയും ചെയ്തോളും. നമ്മൾ റാഫ്റ്റിലൊക്കെ കയറുമ്പോഴത്തേക്കും ബോട്ടിൻ്റെ അകത്ത് വെള്ളമൊന്നും കയറില്ല. നല്ലൊരു കിടില സാധനം തന്നെ. നല്ല ഗ്രിപ്പും ഉണ്ട്. ഗ്രിപ്പ് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമ്മളിപ്പം ആ പായലുണ്ടായിരുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഇത് തന്നെ PS കൗൾ എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡാണ്. ഇത് എവിടെ നിന്ന് മേടിച്ചാടി? ഓൺലൈൻ മേടിച്ചാണോ? ഓൺലൈൻ മേടിച്ചാ. അതെ, ആ ഒരു ചീവീട് പോലത്തെ സാധനം കണ്ടോ, അതിൻ്റെ വെച്ചാൽ അത്. ഓ വേണ്ട, ഇത് നല്ല സ്കിൻ ടൈറ്റ് സോക്സ് ഇടുന്ന പോലെ നമ്മുടെ കാലിനോട് ഒട്ടിക്കിടന്നോളും കണ്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് വെള്ളത്തിൽ കൂടെ ഒക്കെ പോവാം. അതുകൂടാതെ നമ്മുടെ ടെൻറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സീരിയൽ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സോളാറാണ്, ഏലത്ത് വെച്ചേക്കുക. വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വൈകുന്നേരം തിരിച്ചറിയാം. ഓൺലൈൻ ഓർഡറാണ്. ഇവിടുത്തെ കല്ലായി നടക്കാൻ തന്നെ ഷൂസ് ഇട്ടിട്ട് സ്മൂത്താട്ടോ, നന്നായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അടിപൊളി. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കാം. എൻ്റെ അമ്മേ, പായലുള്ളടത്തും മോശമല്ലാത്ത തെറ്റ് പറയാൻ പറ്റിയല്ലോ കേട്ടോ. അത്യാവശ്യം നമുക്ക് ഗ്രിപ്പുണ്ട്. നമ്മൾ നേരത്തെ ചെരുപ്പില്ലാണ്ട് വന്ന ആ ഒരു സമയത്തിനേക്കാളും ബെറ്ററാ. സീപ്ലെയിൻ അല്ലേ. ഇപ്പോൾ കാറ്റൊരു ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കാറ്റടിക്കാനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെ പിടിച്ച് നോക്കിക്കേ. അപ്പോൾ റിപ്പൽ ചെയ്യുന്ന രീതിയിൽ വരണം, അപ്പോഴാ വെള്ളം അകത്ത് കയറാതിരിക്കത്തുള്ളൂ. സെറ്റ്. ഇനി അകത്തേത് നടുക്കത്തേത് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോണേ. വെള്ളത്തിലിറങ്ങി പൊട്ടി പോണ്ടിരുന്നാൽ മതി. പൊട്ടിയാൽ നിങ്ങൾക്ക് രണ്ടൊക്കെ ലൈഫ് ജാക്കറ്റ് ഇല്ലേ, എന്നെ കൂടെ രക്ഷിച്ചാൽ മതി. തിരുപ്പന്നം പിടിക്കട്ടെ. Hi, do you say hi? Hi.
സീരിയസ്ലി ഗൈസ്, Just get me up. എടാ തലയും കൂടെ ഒന്ന് നനച്ചിട്ട് കയറുക. ഒരു മീനെ കിട്ടി. എന്റെ ഫോണ്. റിയലി? എടാ അയ്യേ, It's so cold. തല നനച്ചാലേ കോൾഡ് പോവുള്ളൂ. എന്നെ നിങ്ങക്ക് വലിച്ചു കയറ്റാൻ പറ്റില്ലല്ലോ, ഞാനിപ്പോ ചാടിയത്. ഞാനൊന്നും പുഷിയത്തില്ല, നീ കംഫർട്ടബിൾ ആയിട്ട് ഇറങ്ങിയാൽ മതി. ആ ഓക്കെ ഗോ. തല നനച്ചിട്ട് പൊങ്ങി വാ. ഇവിടെ പിടിക്കല്ലേ, ഇവിടെ തല നനച്ചിട്ട് പൊങ്ങി വന്നിട്ട് പിന്നെ പിടിച്ചോ. നോട്ട് ലെറ്റിംഗ് യു ഗോ. ആ തല നനയ്ക്ക്, തല നനക്കടാ അങ്ങോട്ട്. എടാ തലയൊന്ന് ബുക്ക് നനച്ചേ. Where are you going? I'm coming with you. അപ്പോൾ എന്തായാലും അത്യാവശ്യം വെള്ളത്തിൽ കളിയും കസർത്തും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കരയ്ക്ക് കയറി. സമയം വൈകുന്നേരം 5 മണിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി ടെൻറ്റിൻ്റെ സെറ്റപ്പുകളും പിന്നെ ഒരു ചെറിയ ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ ആണ് ഞങ്ങൾ ആട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി ബ്രെഡ്, ബട്ടർ, ജാം, അതോടൊപ്പം വേണ്ട ഈ ലേക്കിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. കുടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ലേക്കിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നമ്മൾ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട്. നമുക്ക് ഈ കടയിൽ നിന്ന് ഈ വെള്ളം ഫിൽട്ടർ ചെയ്യാനുള്ള എന്തോ ഒരു സെറ്റപ്പ് ക്യാമ്പിങ്ങിന് പോകുന്നവർ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്കത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ചായ ഉണ്ടാക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മൾ വെറുതെ കുടിവെള്ളം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, നമ്മൾ കൊണ്ടുവന്ന ബോട്ടിൽ വാട്ടറേ. അപ്പോൾ അതുകൊണ്ട് ലേക്കിലെ വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. നമുക്ക് എന്തായാലും തിളപ്പിച്ച് കുടിക്കാനുള്ള സാധനമല്ലേ. പൊടിയുണ്ടല്ലോ. ടോസ്റ്റ് ചെയ്യാത്ത ബ്രെഡ് ആയതുകൊണ്ടേ പിന്നെ നല്ല വെയിലത്തും ഇരുന്നായിരുന്നല്ലോ ബ്രെഡ് എനിക്ക് വന്നപ്പോ ഭയങ്കര സോഫ്റ്റാ. ആണോ? ജിലാന്നിരിക്കുന്നു. ആർക്കാ ആദ്യത്തേത് വേണ്ടത്? എന്റെ ചക്രമുത്തിന്. Is it butter? ബട്ടർ ആൻഡ് ജാം. കഴിക്കും, ഒരെണ്ണം കഴിച്ചു നോക്ക്. വേണേ ബട്ടർ മാത്രം തരാം. ഇഫ് യു ലൈക്ക് ഗോ ഫോർ ഇറ്റ്, അതർവൈസ് ഇത് ഞങ്ങളുടെയൊക്കെ പണ്ടത്തെ It's good, but ഒരു ബൈറ്റ് തന്നെ. who wants this? I don't. പപ്പയ്ക്ക് കൊടുത്തു, പപ്പ എനിക്ക് തന്നോളൂ ചേച്ചി. അതെ, സ്പൂണിട്ട് ചേക്കുമ്പോഴേ ബ്രെഡെല്ലാം ചതഞ്ഞു പോവാ ചൂടായിരുന്നിട്ട്. സോ നമ്മളല്ലേ ഉള്ളൂ, ഇച്ചിരി കൈയിട്ടങ്ങ് പുരട്ടുക, മാറ്റിക്കരുത് കേട്ടോ. നമ്മളെ കുറെ കാലമായി വണ്ണം കുറവൊന്നും ഇല്ലേലും ജാമൊന്നും കഴിക്കാറില്ല അങ്ങനെ. വണ്ണം ഉണ്ടേലേ നമ്മുടെ നാട്ടിലെ ഇതിനകത്തൊന്നും ഇങ്ങനെ കഷ്ണങ്ങൾ കാണത്തില്ല. ഇത് കണ്ടോ, സ്ട്രോബെറിയുടെ കഷ്ണം കണ്ടോ? അത് ശരിക്കും സ്ട്രോബെറി തന്നെയാണ്, സ്ട്രോബെറി ജാം കണ്ടോ? ഇത് സ്ട്രോബെറിയുടെ മൂലയാ കണ്ടോ, കഷ്ണമാണ്. ബ്രെഡും ജാമും ഒരു നല്ല കോമ്പിനേഷനാണ്. സൂപ്പർ സൂപ്പർ കോമ്പിനേഷനാണ്. എൻ്റെ മമ്മിയുടെ ചേട്ടത്തിയൊക്കെ, ചേട്ടത്തിയുടെ ഭർത്താവ് മിലിറ്ററിയിലാണ്, കേണല. പുള്ളിയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ ബ്രെഡും ജാമും ഒക്കെ അവർക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുമല്ലോ സാധനം, മനസ്സിലായോ? അപ്പം അവിടുത്തെ ഒരു മെയിൻ പലഹാരമാണ് ബ്രെഡും ജാമും. ഇങ്ങനെ മെൽറ്റഡ് ആയിട്ടുള്ള ബ്രെഡും വെക്കും, പിന്നെ അല്ലേ ബ്രെഡും ബട്ടറും പഞ്ചസാരയും. ആ ഒരു മെമ്മറി ഇങ്ങനെ വന്നു. ഒരു സൈഡിൽ നിന്ന് ഞാൻ ക്യാമ്പ് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് എസ്തെറ്റിക്കലി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഹാ, അതിൻ്റെ പേടിയൊക്കെ മാറിയാ, ഫുള്ള് സിറ്റുവേഷനൊക്കെ ആയിട്ട് സെറ്റായി. ഒരാൾ ഹാമോക്കുമായിട്ട് സെറ്റായി. എടാ തല അപ്പുറത്തെ സൈഡിൽ വെക്ക്. ഇപ്പോൾ ചകരയുടെ കാലാ പൊങ്ങി നിൽക്കുന്നത്, തല ആ സൈഡിൽ വെക്ക്. You need to see the things, right? റോഡല്ല കാണണ്ട, ബീച്ച്. ഓക്കെ, തല അപ്പുറത്തെ സൈഡിൽ വെച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയാവും. അപ്പോൾ അതോടൊപ്പം നമ്മുടെ നീന നമുക്ക് ഇന്നുള്ള ഡിന്നറിനുള്ള സെറ്റപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ബ്രെഡും ജാമും കഴിച്ചു കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചില്ല.
അപ്പോൾ ഒരു കാപ്പി സെറ്റാക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് രാത്രിയിലത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേക്ക്, പൊട്ടേറ്റോ ആൻഡ് പിറ്റ ബ്രെഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ലേക്കിലെ വെള്ളമാണ് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ക്യാമ്പിങ്ങിൻ്റെ ഇത് വാങ്ങിച്ചാൽ ഇതെല്ലാം ഇതിനകത്തകത്തകത്ത് പോകും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കയറ്റിയിട്ടുകൊണ്ട് വരാം. മനസ്സിലായോ? അതായത് ഈ ഓരോ പാത്രങ്ങളും ഇതിനകത്ത് പോയി 3 പാത്രങ്ങൾ. ലൈറ്റ് വെയിറ്റ് ആണ് അല്ല? ഇത് തന്നെ അലുമിനിയമോ? ആർക്കറിയാം എന്തോ ഒരു സാധനം. ഇത് കണ്ടോ, അതിന്റെ പിടിയൊക്കെ കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ മാറാം. നമുക്ക് ബാക്ക് പാക്കിൽ ഇട്ടാലും വലിയ വെയിറ്റും ഇല്ല. ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇതിങ്ങനെ വലിച്ചാ അതിനകത്ത് കൊള്ളാവുന്നേ ഉള്ളൂ. നമ്മുടെ കൊതുകുതിരി സെറ്റപ്പ് കൂടെ കാണിച്ച് ഒരാളവിടെ ഇരുന്ന് നമ്മളെയൊക്കെ വേണ്ട പ്രൊട്ടക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മയിൽമാർക്ക് കൊതുകുതിരി. മയിൽമാർക്കല്ലല്ലോ, ആമമാർക്കും അങ്ങനെ ഉണ്ടാകുന്നു. അപ്പോഴേ ഞാൻ ഇതും ചെയ്യണോ? ഏത്? ഇത് പറ്റുവാണെങ്കിൽ അതങ്ങ് ചെയ്തോ. ഇപ്പം ഹാമോക്കി കിടക്കാതെ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ദാറ്റ് വിൽ ബി എ വെരി ബിഗ് ഹെൽപ്പ്. നമ്മളെ ബീഫ് സ്റ്റേക്കാണ് വാങ്ങിച്ചേക്കുന്നത്. പൊട്ടറ്റോ പുഴുങ്ങാൻ അതേ ആവിക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഉപ്പും കുരുമുളകും ഒരു മിക്സ് ഉണ്ടാക്കി കണ്ടോ. എന്നിട്ട് ജസ്റ്റ് ഉപ്പും മുളകും മാത്രം മാരിനേഷന്, കുരുമുളകും ഉപ്പും മാത്രം. നൈസായിട്ടുണ്ട്, വേറൊന്നുമില്ല. ഞാൻ വെളുത്തുള്ളി കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പം വേണ്ട, ഇറച്ചിക്ക് എന്തിനാ വെളുത്തുള്ളി? അല്ല, ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിട്ട ഗാർലിക് ബട്ടറേ. ഉപ്പും മുളകും ധാരാളം. നമ്മൾ ഇന്ന് രാത്രി എന്തോ പ്ലാൻ ചെയ്യുന്നറിയാം? കാൻഡിൽ ലൈറ്റ് ഡിന്നർ. കാൻഡിൽ ലൈറ്റ് ഡിന്നർ. യാ മോനെ, വെള്ളം അവിടെ അല്ല മോനെ, ഇതാ പൊട്ടറ്റോയ്ക്കകത്ത് ഒഴിക്ക്. ഇത് കണ്ടോ, നമ്മളിതെല്ലാം ഈ 6 പീസുണ്ട്. സോ ദാറ്റ് മീൻസ് 1 person ഗെറ്റ് 3 പീസ്. ഒരാൾക്ക് 3 പീസ് വെച്ച് കിട്ടും. ഓക്കെ. ഇത് ഈ പാനിനകത്തിട്ട് നമ്മൾ അരച്ച് പുരട്ടി ഇനി ഇത് കഴുകി വെക്കും. കുറച്ച് ബട്ടർ ഇടും. അത് കഴുകേണ്ട കാര്യമില്ല, അതിൻ്റെ തന്നെ ബട്ടർ വല്ലതും ഇട്ടു. ബട്ടർ ഇട്ട് ഈ സാധനം എന്തായാലും അതിൻ്റെ അകത്ത് വരും. നമ്മൾ തൂത്ത് പെറുക്കിയിട്ട് ബട്ടർ ഇട്ട് നമ്മൾ മുരിച്ചെടുക്കും. അപ്പുറം ഇപ്പുറം മുരിച്ചെടുക്കും. ഈ ഗ്യാപ്പിൽ കൂടെ ഒരാൾ ചിപ്സ് എടുത്തോണ്ട് പോകുന്നുണ്ട്. ഐ വാണ്ട് ചിപ്സ്. മുളക് പൊടി വേണോ? വേണ്ടല്ലോ. വേണ്ട. എന്താണ് സംഭവം? ബീഫ് മഷ്റൂം ആയി പോയി. സ്റ്റേക്ക് വീർത്ത് വന്നോ? അത് ഇട്ട വഴി തന്നെ എങ്ങനെ ആയിപ്പോയി? കുഴപ്പമില്ല, എന്താ നമുക്ക് കഴിക്കാം. ആ പ്ലേറ്റ് ഇങ്ങനെ നീക്കി വെച്ചോ. ആയി കാണൂ. നല്ല മണം വരുന്നുണ്ട് ഇറച്ചിയുടെയും ബട്ടറിൻ്റെ. ഓ മൈ ഗോഡ്. അത് ഇപ്പം ഈറ്റ് ചെയ്യണ്ട, അവിടെ വെച്ചാൽ മതി. എല്ലാം ആയി കഴിഞ്ഞ് ഈറ്റ് ചെയ്യാം. ആയൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ? വേണ്ട വേണ്ട. ആദ്യത്തെ ഒരു കഷ്ണം. എത്ര പാത്രങ്ങളാണ് ഇവിടെ നിരന്നത്? എല്ലാവർക്കും ഓക്കെ. എനിക്ക് അങ്ങനെ പൊട്ടറ്റോ ഇവിടെ എടുത്തോ. ഇതിപ്പോൾ ഒരു പ്ലേറ്റ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം പിന്നെ കഴിക്കാം. ചക്കരേ വാ, പപ്പ എല്ലാവർക്കും എടുത്തു തരും. ഒരു രക്ഷയില്ല. വെറുതെ ബോയിൽ ചെയ്ത പൊട്ടറ്റോയും ചുമ്മാ ഉപ്പും കുരുമുളകും ഇട്ട ബട്ടറും ഇറച്ചി, ഒടുക്കത്തെ ടേസ്റ്റ്. എൻ്റെ ഈ ഇറച്ചിയുടെ ചാറ് കിടക്കുന്നുണ്ടോ, ബട്ടറും കാര്യങ്ങളൊക്കെ ആയ. നമ്മുടെ ബോയിൽ ചെയ്ത പൊട്ടറ്റോ അതേണ്ട ആ ഫോർക്കെ കുത്തി വരാനേ ആ ഒരു ഇറച്ചിയുടെ ചാറൊക്കെ ആക്കി ബട്ടറൊക്കെ ആക്കി ഭാര്യയുടെ വാലിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത കഷ്ണം എടുത്ത് കുറച്ചുകൂടെ നന്നായിട്ട് ചാറും ബട്ടറും ഒക്കെ സെറ്റാക്കി പൊളി. പറയാതെ വയ്യ, ഒടുക്കത്തെ രുചി. നിസാര സെറ്റപ്പ്, എന്താ രുചി.
Love is a mouthful of dry desert sand, a map with no ink and a disappearing land. നോക്കിക്കോണേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. വേവിച്ച പൊട്ടറ്റോയും വേണ്ട, അതോടൊപ്പം ഇറച്ചി, ആ ഇറച്ചിയുടെ ചാറും, ബട്ടർ, ഉപ്പ്, കുരുമുളക്. എന്താ സെറ്റപ്പ് അല്ലേ? ഇതിന് നല്ലൊരു രുചി ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേ പിങ്കിമോനൊന്നും കഴിക്കുകയല്ല കേട്ടോ, കുത്തിയാ കഴിക്കുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ്സ് റിയലി ഗുഡ്, റൈറ്റ് ജെയിൻ? എന്നാടാ സെറ്റപ്പ്? പിറ്റാ ബ്രെഡ് അപ്പം അതിനകത്തോട്ട് ചൂടാക്കിയിട്ടുള്ള നന്നായി. രാത്രി കിടന്ന് വിശക്കുമെന്ന് പറയണ്ടല്ലോ. ഇവിടെ നമുക്ക് ഓപ്പൺ ഫയർ പറ്റിയല്ലോ കേട്ടോ, അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫയർ പ്ലേസ് ഒക്കെ ഇട്ട് രാത്രി ക്യാമ്പിങ് അടിപൊളിയാക്കായിരുന്നു. ഓപ്പൺ ഫയർ പറ്റിയല്ല. അതുപോലെ നമുക്ക് ഈ ഗ്രില്ല് ചെയ്യാനും നമ്മുടെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനും കോൾ വെച്ചിട്ടുള്ള ബാർബിക്യൂ ഒന്നും പറ്റത്തില്ല. കഴിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ആ കൂടി ഈ പറഞ്ഞ പോലെ ഗ്യാസ് വെച്ചിട്ടുള്ള പരിപാടി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അപ്പോൾ അത് പാട്ട് പറ്റൂലെന്ന് പറഞ്ഞു, ഞങ്ങൾ സൗണ്ട് കുറച്ച് വെച്ച്. ഇതിന് 2 തരത്തിലുള്ള ക്യാമ്പിംഗ് ഉണ്ടല്ലോ. ഈ ബാക്ക് കൺട്രി ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രിലിമിനറി ABCD സെറ്റപ്പാണ് ഈ ബാക്ക് കൺട്രി ക്യാമ്പിങ്ങിൻ്റെ ഇത്. ഈ ആൾക്കാർ ഒത്തിരി ഇൻറ്റീരിയർ ആയിട്ടുള്ള കാടുകളിലേക്ക് പോയി ചെയ്യുന്നതാണ് ഈ ബാക്ക് കൺട്രി ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മ്യൂസിക് പറ്റൂലെന്നുള്ളതാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഞങ്ങളിവിടെ പയ്യെ മ്യൂസിക് വെച്ചപ്പോഴത്തേക്കും നേരത്തെ ഇവിടെ റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞു ഇത് ബാക്ക് കൺട്രി ക്യാമ്പിംഗ്. ആ ബാക്ക് കൺട്രി ക്യാമ്പിങ്ങിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നോ മ്യൂസിക് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ വളരെ നോ മ്യൂസിക് എന്ന് പോലും അല്ല പറഞ്ഞത്. റേഡിയോ പറ്റത്തില്ല, റേഡിയോ ആക്ടിവിറ്റി പറ്റുള്ളത്. അതുകൊണ്ട് അതെന്തോ റേഡിയോ വേവ്സ് പറ്റൂലെന്ന്. നോ റേഡിയോ അങ്ങനെയാണ് സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റ് ആവാറായി. സൺസെറ്റായി സന്ധ്യ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കയറി കിടക്കാമെന്നുള്ളതാണ് ഓപ്ഷൻ. ഫയറൊന്നും ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, പിന്നെ ചിലപ്പോൾ തണുപ്പാവാൻ സാധ്യതയുണ്ട്. നല്ല ഇറച്ചി പീസാണല്ലോ. That's my girl. ഒരെണ്ണം കൂടെ, ഒരു പാതിയുടെ. Senden sonra kalbimi sevgilere kapadım. Ben seninle o günü 1000 yıl gibi yaşadım. Son arzun nedir diye gelip de bana sorsalar, gözlerime bakıp ഡിന്നറെല്ലാം കഴിഞ്ഞ് കിടിലൻ ആംബിയൻസ് പാത്രം കഴുകാൻ പരിപാടി. നമ്മുടെ സ്റ്റേക്കിനൊക്കെ നല്ല രുചി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഗ്രീസാട്ടോ. പിന്നെ നമ്മൾ ചെയ്തൊരു നല്ല കാര്യം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നല്ലൊരു ഡിഷ് വാഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സോപ്പ്. അപ്പോൾ അത് കാരണം അതും നല്ലൊരു സ്പഞ്ചും. അതുകൊണ്ട് അതൊന്നും കൊണ്ടൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രീസൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടെ അലൗഡാട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകണ്ടേ. പിന്നെ നമുക്ക് വേസ്റ്റ് ഒന്നും ഇവിടെ കളയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഗാർബേജ് ബാഗിൻ്റെ അകത്താക്കി നമ്മൾ പോകുമ്പോഴത്തേക്കും തിരിച്ച് കൊണ്ടുപോകണം. ഇവിടെ നമുക്ക് വേസ്റ്റ് കളയാനുള്ള ബിന്നുകളുണ്ടെങ്കിലും ഇതിവിടെ ഇടരുതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇവിടുന്ന് എല്ലാം ഗാർബേജ് ബാഗിൻ്റെ അകത്താക്കി ബോട്ടെ കയറ്റി കൊണ്ടുപോയി അപ്പുറം കരയിൽ ചെന്നിട്ടേ കളയാൻ പറ്റുള്ളൂ. രാത്രിയായ ഫയർ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു. അതാണ് മൊത്തത്തിൽ നമുക്കുള്ളൊരു മോശം എന്ന് തോന്നുന്നൊരു സങ്കടം. പിന്നെ റീസെൻ്റ്ലി ഉള്ള മറ്റേ നമ്മുടെ വൈൽഡ് ഫയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് കുഴപ്പമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ, നോ പ്രോബ്ലം. അപ്പം ഇതാണ് നമ്മുടെ ടെൻറ്റ്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ഇടയ്ക്കൊക്കെ പിള്ളേർ വരുമ്പോഴൊക്കെ വീട്ടിൽ തുറക്കാറുണ്ട്. ഇതൊരു പോപ്പപ്പ് ടെൻ്റാണ് കേട്ടോ. അപ്പം നമുക്ക് സെറ്റപ്പിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ജസ്റ്റ് തുറന്നിട്ട് ബം നിറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അതായിക്കോളും. ഇതിൻ്റെ ഇൻസൈഡ് ഇടാൻ വേണ്ടിയിട്ട് കാറ്റ് നിറയ്ക്കുന്ന ഒരു ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ടെമുവിൽ നിന്നും മേടിച്ചതാണ്. കണ്ടോ, നമ്മുടെ ബെഡ് നമ്മൾ നിവർത്തി. അപ്പം അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് മാത്രം വേണ്ടേ ഒരു ചെറിയ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. വേണ്ടേ കണ്ടോ,
ഇവിടെ നമ്മൾ ചവിട്ടി കഴിയുമ്പോഴത്തേക്കും മൊത്തം കാറ്റ് നിറയും. അതാണ് അവർ പറയുന്നത്. നമ്മൾ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ആയായിരുന്നു. എടാ ഈ പച്ചയാണോ നീലയാണോ ടോപ്പ്? വേണ്ട നമ്മുടെ എയർ മാട്രസ് ചവിട്ടി കാറ്റടിച്ച് നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ഇതുപോലെ ഉണ്ട്. അതിനാണ് ഇപ്പം കാപ്പി പച്ച ഭാഗം മുകളിലിടാം. പച്ച ഭാഗമാണ് മുകളിൽ കയറ്റിക്കോളാം. And the ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ബിൽറ്റിൻ തലേണയൊക്കെ ഉണ്ട്. one has a different design. തല എവിടെ വെക്കണ്ട നമുക്ക്? ഇവിടെ വെക്കാം ഈ സൈഡിൽ. ഓക്കെ. എടാ നീ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇന്ന് ഞാൻ ചുമ്മാതാണോ സൂപ്പർവൈസർ ആയിരിക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. 5-6 വർഷമായിട്ട് പിന്നെ ആൾക്കാരെ കൊണ്ട് പണി എടുപ്പിക്കുന്ന വെറുതെയാണ്. ആഹാ. കുഞ്ഞി ഇങ്ങോട്ട് ഇറങ്ങ് കുഞ്ഞി, പറയുന്ന കേക്ക് കുഞ്ഞി. ഞാൻ ചുമ്മാ ഒന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേക്ക് നീ അത് കയറി പിടിച്ചോ. കുഞ്ഞി ഇങ്ങോട്ട് ഇറങ്ങു കുഞ്ഞി. ഇങ്ങോട്ട് വളച്ച് വെക്കാം. എങ്ങനെയുണ്ട് പെങ്കാപ്പി? സെറ്റാണോ? Yep.